ഗൈസ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞങ്ങളുടെ കിഡിലെ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ഹലോങ് ബേ വിൻപേൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഭയങ്കരമായിട്ട് ഹലോങ് ബേ ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാവരും പറ്റുമെങ്കിൽ ഹലോങ് ബേയിൽ വന്ന് ശരിക്കും നിങ്ങളുടെ വെക്കേഷൻ എൻജോയ് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ഹനോയിലേക്ക് പോവാണ്. സോ ഇവിടുന്ന് ഏറ്റവും ബെസ്റ്റ് വേ ടു ട്രാൻസ്ഫർ ഇവിടുന്ന് ലക്ഷറി മിനി വാൻസ് ഉണ്ട്. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കൊരു 900 റുപ്പീസിന് കിട്ടും. അല്ലെങ്കിൽ ടാക്സി വിൽ ബി ലൈക്ക് അറൌണ്ട് 6,000-7,000 റുപ്പീസ് ആയിരിക്കും. ക്ലൂക്ക് വഴി നമുക്ക് ഇവിടുന്ന് വണ്ടികൾ കിട്ടും. സോ ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോവാണ്. ഒരു ഫൈനൽ ലുക്കും കൂടെ നമ്മുടെ കിഡിലൻ റിസോർട്ടിലേക്ക്. പ്രൈവറ്റ് ഐലൻഡിലൊക്കെ താമസിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഓൾ ദാറ്റ് ഹാപ്പൻഡ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ് വാസ് എൻ അമേസിംഗ് സ്റ്റേ. കഴിഞ്ഞു നമ്മുടെ ഹലോങ് ബേ കഴിഞ്ഞു. ശരിക്കും 2 ദിവസം എന്ന് പറഞ്ഞാൽ വന്ന ക്രൂസ് അതിപ്പോൾ 5 ദിവസമായി മാറി. എങ്ങനെയുണ്ടായിരുന്നു ക്രൂസ്? 2 nights മാത്രം നമ്മൾ ഉദ്ദേശിച്ച് വന്ന. പക്ഷെ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇതും കൂടെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചല്ലോ. ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ്. 3 days ഗുഡ്. ഒന്നും ആവശ്യമില്ല, 1 night മതി. പക്ഷെ ഇത്രയും ശരിക്കും എൻജോയ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 nights മിനിമം ആണ്. ക്രൂസ് 2 nights, 4 nights ഹലോങ് ബേ ഇസ് പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഇനി ഹനോയ് പോവാം. നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് പറ്റുമെങ്കിൽ ആ ട്രെയിൻ സ്ട്രീറ്റിൽ പോവാം. അല്ല അതൊക്കെ സൈക്കിൾ റിക്ഷ, ആ ട്രെയിൻ സ്ട്രീറ്റ്, ഇന്ന് നമുക്ക് അത് ചെയ്യാം. ഓക്കെ വാ. ഓ നല്ല കീഴിലെ യാത്രയായിരിക്കും. 2-2.5 മണിക്കൂറുണ്ട്. ആരും കയറിയിട്ടില്ല. അപ്പൊ നല്ല സീറ്റ് നോക്കി പിടിച്ചോ. ഇത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ടാക്സി പോകുന്നതിനെ കാട്ടി ബെറ്റർ ഇതാ. ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട്. പ്രിയ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ഇന്ന്. പ്രിയ സൂപ്പർ അല്ലേ ഇത്? ടാക്സിയിലും കാട്ടി ബെറ്റർ അല്ലേ? അത് പക്ഷെ മറ്റേ ഷിപ്പിന്റെ പിക്കപ്പ് അല്ലേ? ഇത് ഞാൻ ബുക്ക് ചെയ്തതാ ലൈക്ക് ടാക്സി. പക്ഷെ ടാക്സി വാസ് 6,000. ഇത് നമുക്ക് അല്ല, ടാക്സി വാസ് 7,000. ഇത് നമുക്ക് 3 പേർക്കും കൂടെ 2,500 ഉള്ളൂ. എപ്പോഴും എന്ന് പറഞ്ഞാൽ നല്ല യാത്രയല്ലേ? ഇത് ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട്. സൂപ്പർ. അത് സീറ്റിനൊക്കെ ക്വാളിറ്റി നോക്ക്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് USB ഒക്കെ ഉണ്ട് ചാർജ് ചെയ്യാനായിട്ട്. ഫോണ് ഫുൾ AC-യും സീലിംഗ്സ് ഒക്കെ അടിപൊളി ലൈറ്റ് ഇഫക്റ്റ് ഒക്കെ വെച്ച് സൂപ്പർ. പക്ഷെ നമ്മുടെ പുതിയ വണ്ടീനെ കാട്ടി സൂപ്പർ അല്ല. അതിന്റെ ഇന്റീരിയർസ് ഇന്നെ കാട്ടി ബെറ്ററാ. ഒരു സംഭവം മുതലാളി ഇപ്പൊ ഇറങ്ങും ആ കൊടയം പിടിച്ചോണ്ട്. എങ്ങനെ കൊട തെറിച്ചു വരുന്നതാ? അതൊന്നും റെഡിയാക്കാം. ചൈനയിൽ പോയാൽ മതി. ചൈനക്കാരോട് പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. അങ്ങനെ വേറെ ആൾക്കാരെ പിക്ക് ചെയ്യാൻ നിർത്തിയതാ. എവിടെയാണെന്നറിയോ? നമ്മുടെ ഹലോങ് ബേ ക്രൂസ് തുടങ്ങുന്നതല്ല. ഒതുകൂടെ കയറി പോടാ. നമ്മൾ ഇവിടുന്നാണ് നമ്മുടെ ക്രൂസ് പോയത്. ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൂസ് ഇൻഡോ ചൈൻ ക്രൂസ് ആണ്. നമ്മുടെ റെജീന ക്രൂസും സൂപ്പർ ആയിരുന്നു. ഞാൻ വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നില്ല. പക്ഷെ ചുമ്മാ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. നല്ല കംഫർട്ടബിൾ യാത്രയല്ലേ? വേദുവിന് വിശക്കുന്നുണ്ടോ? മുഖം നോക്കട്ടെ മുഖം എവിടെ? മുഖം നോക്കട്ടെ. കേട്ടാ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖമൊക്കെ ചമ്പു. 20 minutes ഇവിടെ നിർത്തുന്നുണ്ട്. കോഫിക്കൊക്കെ ഒരു 100 രൂപ കേട്ടോ. കോൾഡ് കോഫി സംഭവങ്ങളൊക്കെ ഒരു 100 രൂപയുള്ളൂ. എന്തെങ്കിലും ഒരു ഡ്രിങ്ക് വാങ്ങാം. ബബിൾ ടീ ഉണ്ട്. പ്രിയ കണ്ടില്ല എന്ന് തോന്നുന്നു. സ്നാക്സാ നോക്കി. ഇതെന്താ ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ കോൺ പോലെ ഉണ്ട്. പിന്നെ കുറെ പപ്പടം, സ്നാക്സ്, ഐസ്ക്രീംസ്. ഒരു ടിപ്പിക്കൽ ഒരു പിറ്റ് സ്റ്റോപ്പ് പോലെ. പക്ഷെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഭയങ്കര അഫോർഡബിൾ ആണ്. വീണ്ടും ഞാൻ പറയാം, എല്ലാ സാധനങ്ങളും അഫോർഡബിളാണ് വിയറ്റ്നാമില്. തിരിച്ച് നമ്മൾ ഹനോയ് എത്തി. തൊട്ടടുത്ത് ഫുൾ ഷോപ്പിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. തുടങ്ങണ്ടേ? കഴിക്കണ്ടേ? കഴിച്ച് ഷോപ്പിംഗ് ചെയ്ത് റെയിൽവേ സ്ട്രീറ്റിലും പോയി മറ്റേ ഉന്തുവണ്ടിയിലും കയറി ലേക്കിലൊക്കെ കറങ്ങി ഹനോയ് ഫെസ്റ്റ് പൊളിക്കാം. എന്താ കേട്ടില്ലായിരിക്കും ആൾക്കാര്. എല്ലാവർക്കും ഓർമ്മയുണ്ട് പണ്ട് നമ്മൾ ഈ ഹോട്ടലിൽ വന്നത്. ഞങ്ങൾ പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടാ പോയത്. നമ്മുടെ പെട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹോട്ടലിന്റെ അടുത്തുണ്ടല്ലോ കംപ്ലീറ്റ് ഇതുപോലെ ജ്യൂസും കോഫി ഷോപ്സും എല്ലാം ആണ്. പക്ഷെ ഇവിടെ ഒന്നും റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ അവിടെ ഞാനും ഒന്നും ജെഫറും കൂടെ വന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, ജോളിബി.
അത് ഇതിന് തൊട്ടടുത്തുണ്ട്. ടാക്സി പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ജോളിബിക്ക് ഭയങ്കര ക്രേവിങ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ നോക്കുക, ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മളെ ജോളിബി തപ്പി വന്നത്, അതൊന്നും കിട്ടിയില്ല. വേറെ ഏതോ സ്ഥലത്തൊക്കെ വന്ന് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ഭയങ്കര കെയോസും ക്രൗഡും ആണ്. ഫുട്പാത്തൊക്കെ ലൈക്ക് ലിറ്ററലി അൺയൂസബിൾ ആണ്. അപ്പോൾ എന്തായാലും ഫൈനലി ഞങ്ങൾ AC ഉള്ള ഒരു കോഫി ഷോപ്പിൽ കയറി. ഇവിടുന്ന് തൊട്ടടുത്താണ് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഭയങ്കര ക്രൗഡ്. ഇപ്പം എല്ലാവരും തൽക്കാലത്തേക്ക് ബാൻമിയും ഐസ് ടീയും ഒതുക്കുവാണ്. രാത്രി നമുക്ക് പറ്റുമെങ്കിൽ ജോളിബീസ് പിടിക്കാം. പറ്റുമെങ്കിൽ ജോളിബി. എന്താ ജോളിബി? അപ്പൊ ടോട്ടൽ കെയോസിലേക്ക് ഇറങ്ങാൻ റെഡിയാണ്. എന്തൊരു തിരക്ക് ഇത്. മാഡ്നസ് നോ. ഹോച്ചിമിൻ ഇങ്ങനെയല്ല, ഡനാങ് ഇങ്ങനെയല്ല, നമ്മൾ ഹലോങ് ബേ ഇങ്ങനെയല്ല. ഇത് ഹനോയ് നടക്കാൻ തന്നെ പേടിയാ. അതന്നെ, വണ്ടികളും കാറും ആൾക്കാരും എല്ലാരും ഇറങ്ങിയിരിക്കുക. അതെ, ഇറങ്ങിക്കോ. നമ്മളെ പോലെ ടൂ വീലേഴ്സിന്റെ എണ്ണം നോക്ക്. ഇവിടെ കംപ്ലീറ്റ് ടൂ വീലേഴ്സ് ആണ്. അതായിരിക്കും ഈ ഒരു ക്രേസിനെസ് ഇവിടെ വരുന്നത്. ഡയറക്ഷൻ ഇല്ല, ആൾക്കാർ നിർത്തില്ല വണ്ടി. ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് എത്രമാത്രം നമുക്ക് എഫക്റ്റീവായി വ്ളോഗ് ചെയ്യാൻ പറ്റും ഒരു ഐഡിയ ഇല്ല. ഫുട്പാത്തും ഇല്ല. അല്ല, നമുക്ക് ടാക്സി പോവാം. എങ്ങോട്ട് ടാക്സി പോവാനാ? ഇല്ല, ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട, വ്ളോഗ് ചെയ്യേണ്ടത്. ടാക്സി പോയി വ്ളോഗ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സ്ട്രീറ്റ്സ് ഒക്കെ കാണിക്കണ്ടേ. ഇപ്പോഴൊക്കെ പ്രിയ അടിയില് നല്ല കിടിലം ബൊട്ടീക്ക്. റൈറ്റ് സൈഡില് ലൈറ്റ് തന്നെ ബ്യൂട്ടി. അതിന്റെ മേളി നോക്ക്. എന്താ അല്ലേ, മിക്സ് ആൻഡ് മാച്ച് ഓഫ് എവറിത്തിങ് ആണ്. ഇത് നോക്ക്, ഇവിടെ ഐലാഷ് എക്സ്റ്റൻഷൻസ്. പക്ഷെ എന്റെ മേളില് നോക്ക്, ഇതാണ് ഹനോയ് മാർക്കറ്റ്. ഇത് പോർക്ക്, ഡക്ക് ആൻഡ് ഫ്രണ്ടില് ഫിഷ്. ഇപ്പുറത്താണെങ്കിൽ നമ്മൾ ഇടിച്ചു ഇടാൻ വലിയ ലാൻഡ് ക്രൂസർ വണ്ടി. അപ്പുറത്ത് മാർക്കറ്റ്. നടക്ക് എന്തെങ്കിലും നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ആൾക്കാർ ലഗേജ് ആയിട്ട് ഓടുന്നു. ഫിഷ് മാർക്കറ്റ്. അതൊക്കെ ചിലപ്പോൾ കയറും, പക്ഷെ ഷൂസ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പലവ്യഞ്ജന കടയിലെ മുമ്പിൽ വെച്ചാണ് ഇറച്ചിയും വിൽക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ സെപ്പറേറ്റ് അല്ലേ മാർക്കറ്റ് ഒക്കെ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഷോ, എന്തൊരു സ്ഥലം അല്ലേ. അതിന് ഏറ്റവും പോപ്പുലർ ടൂറിസ്റ്റ് ഓൾഡ് കോട്ടന്റെ നടുക്കായിട്ടാണ് ഏകദേശം ഇങ്ങനത്തെ ഒരു ഏരിയ വരുന്നത്. നമ്മളിപ്പോ എത്തും മറ്റേ റെയിൽവേ മാർക്കറ്റ്, റെയിൽവേ സ്ട്രീറ്റ്. അതാ ഹനോയ് എല്ലാം പഴയതാ. ഈ ഇടയിൽ പെട്ടെന്ന് നോക്കുമ്പോഴോ കിഡിലൻ കോഫി ഷോപ്സ് അല്ലെങ്കിൽ പാർലേഴ്സ്. ഒരു ഇഷ്ടം മാതിരി ഉണ്ട്. എല്ലാരും പ്രിയനെ പോലെ ബ്യൂട്ടി കോൺഷ്യസ് ആ. നടക്ക്. ദേ ഹെയർ ആൻഡ് നെയിൽ സലൂൺ. നഖവും വെട്ടിത്തരും, മുടിയും കഴുകി തരും. പോ. ഇത് നോക്കി. ഇതേ ഇതാണ് പ്രിയ റെയിൽവേ സ്ട്രീറ്റ്. ദേ ഈ ഫ്രണ്ടിൽ കാണുന്നത് മൊത്തം കഫേസ് കണ്ട. ഇതെങ്ങനെയാണെന്നറിയോ, നമ്മളെ ഇവിടെ കോവിഡ് സമയത്ത് വന്നപ്പോ കാലി ഈച്ച ഉണ്ടായിരുന്നു. ഈച്ച ഇല്ല, അത്ര ആൾക്കാർ ഇവിടെ ഒന്നും ആൾക്കാരില്ലായിരുന്നു. നമ്മൾ ഇവിടെ ഒരു കഫേലല്ലേ ഇവിടെ കണ്ടിരുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ വളരെ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ഇവിടെ കൂടെ ഫ്രണ്ടിൽ കൂടെ ട്രെയിൻ പോവും. അതിന് തൊട്ടടുത്താണ് ഈ ഫ്ലാറ്റ്സും ഹൗസുകളും കഫേസും എല്ലാം. സോ ജസ്റ്റ് അവിടെ ഇരുന്ന് നമുക്കിങ്ങനെ ഒരു ട്രെയിനിന്റെ അടുത്ത് ഇരുന്ന് കോഫി കുടിക്കാം എന്നുള്ളൊരു ഫീലാണ് മൊത്തം. ട്രെയിൻ എനിക്ക് തോന്നുന്നു ഇന്നുണ്ടോന്ന് അറിയില്ല, നമുക്കൊന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ സ്ട്രീറ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാം. ഇതൊക്കെ ഓർമ്മയുണ്ടോ നമ്മള് ലൈറ്റ്സ് വാങ്ങിയ ഏരിയ? എന്ത് പാടാ ഗൈസ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും വ്ളോഗ് ചെയ്യാനായിട്ട്. കാരണം ഒന്ന് സേഫായി നടക്കാൻ പറ്റണ്ടേ, അതുപോലും പറ്റുന്നില്ല. അത്രയും മാഡ്നസ് ആണ് ഈ ഒരു ഏരിയയില്. ലൈറ്റ്സ് എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ കോവിഡ് ടൈമിൽ വന്നപ്പോൾ ലൈറ്റ്സ് വാങ്ങിക്കൊണ്ട് പോയത്. നല്ല ഭംഗിയില്ലേ, നോക്ക്, ഭംഗിയുണ്ടല്ലേ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് അല്ല, ആക്ച്വലി ഇവിടെ ഭയങ്കര സ്കാം പോലെയാണ്. ഇവരുടെ ഏതെങ്കിലും കഫേയുടെ ആൾക്കാർ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയാലേ നമ്മളെ കയറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ കയറ്റി വിടില്ല. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ സ്കാമിൽ പെട്ടാലും നമ്മൾ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ പറ്റൂ. അപ്പം അതിനുവേണ്ടി ഒന്ന് വന്നതാണ്. കംപ്ലീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ കഫേസ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഇന്ന് തേഴ്സ്ഡേ, ഇന്ന് ട്രെയിൻ ഇല്ല കേട്ടാ. അതെ, ഇന്ന് ട്രെയിൻ ഇല്ല. അപ്പൊ ഒരു ദിവസം 2 ട്രെയിനേ ഉള്ളൂ. സാറ്റർഡേ സൺഡേസ് മാത്രം 3, സൺഡേ മാത്രം കുറെ ടൈമുണ്ട്. എനിക്ക് ഈ സ്ഥലം ഉണ്ടല്ലോ പ്രിയ, പേഴ്സണലി ഭയങ്കര ടൂറിസ്റ്റ് ട്രാപ്പാ. ഭയങ്കര ടൂറിസ്റ്റ് എന്നിട്ട് കയറ്റി വിടുന്നു. അതിന് അവര് പറയുന്ന സ്ഥലത്ത് തന്നെ കഴിയും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റില്ല. വെരി ബാഡ് ഇറ്റ് ഈസ്. ആൻഡ് ഇവിടുത്തെ ആൾക്കാരൊന്നും അങ്ങനെ ഭയങ്കര ഒരു മണി ഓറിയന്റഡ് ആണ്. നമുക്കൊരു ജെന്യൂനിറ്റി തോന്നുന്നില്ല.
അത് പിന്നെ ഹനോയിനെ കുറിച്ച് അങ്ങനെ കേട്ടിരിക്കുന്നത്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് ക്രൈംസ് ഒന്നും ഇല്ല, പക്ഷെ ആൾക്കാർ ഭയങ്കര ടൂറിസ്റ്റ് ഈ ഒരു പൈസ 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 എന്ന് പറഞ്ഞ് നടക്കുന്നവരെ മൊത്തം. ഇവിടെ വരുന്നവരെല്ലാവർക്കും ടൂറിസ്റ്റുകാർ ഇവിടെ അകത്ത് വരുന്നത് അപ്പൊ അതിനവര് കഫേയുടെ ആൾക്കാരെ നിർത്തിയിട്ട് പോലീസുകാർ അവരെ മാത്രം അകത്ത് കഫേയുടെ ആൾക്കാരെ മാത്രം. പക്ഷെ അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മനസ്സിലായോ. അവക്കാഡോ ഷേക്ക് വാങ്ങി, വായ വെക്കാൻ കൊള്ളില്ല. ഇവരെല്ലാരും അതാ വാങ്ങിയിരിക്കുന്നത്. ഒരു കേടായ ടേസ്റ്റ്. ആദ്യമായിട്ടാണ് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ റെയർ ആയിട്ട് എനിക്ക് പൊട്ട ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുഴപ്പമില്ല, എനിക്കങ്ങനെ തോന്നിയതായിരിക്കും. അവരും അവക്കാഡോ ഷേക്ക് വാങ്ങി. പഞ്ചസാര അധികമില്ല, നാട്ടിലത്തെ പോലെ അത്രയും പഞ്ചസാര ഇട്ടിട്ടില്ല, അതായിരിക്കും. ട്രെയിൻ എന്തായാലും കാണാനുള്ള ഭാഗ്യമില്ല, കാരണം ട്രെയിൻ ഇന്ന് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ രാത്രി 9:30 ആവുന്നു. നമുക്ക് അതുവരെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള വ്ളോഗൊന്നും നടക്കില്ല. പക്ഷെ ടൂറിസ്റ്റ് ട്രാപ്പാണ്. ഒരു സ്കാം ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ വന്ന് ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എന്തിനാണെങ്കിലും വരാം. പിന്നെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്ഥലമാണ്, യൂണിക് എക്സ്പീരിയൻസ് ആണല്ലോ. സോ അതിനു വേണ്ടി വരാം. നല്ല സംഭവമാണ് അല്ലേ. ഇങ്ങനെ അടുത്ത് തന്നെ റെയിൽവേ പാളത്തിന് തൊട്ടടുത്ത് തന്നെ കഫേസും ഹോട്ടൽസ് ഇല്ല, താമസിക്കാനുള്ള ഹോട്ടൽസ് ഇല്ല, എല്ലാം കഫേസ് ആണ്. മുകളിൽ സാധാരണ ആൾക്കാരുടെ താമസ സ്ഥലം. അവര് നിന്ന് ബ്ലോക്കും കഫേ ഓണേഴ്സ്. ഇവര് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസ് വരും. എന്നിട്ട് കഫേയുടെ ആൾക്കാര് കൂടെ വന്നു കഴിഞ്ഞാൽ അവർ കയറ്റി വിടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി എനിമി ഒന്നും ഇല്ല, പൊയ്ക്കാ വേദു. ഞാനാണ് ഫ്ലാഷിന്റെ എനിമി. പോ. ഞാൻ ഫൈറ്റ് ചെയ്യാം ഫ്ലാഷിനോട്. എന്നാ ഫ്ലാഷ് വേണ്ടാവാ, വെക്ക് തിരിച്ചു. എനിമി ഇല്ല, എനിമി ബാറ്റ്മാനാ, അല്ല സൂപ്പർമാനാ. പോ. നമുക്ക് ആ ലേക്ക് സൈഡിൽ പോവാം. അതാണ് ഇവിടുത്തെ ഒരു ഹാപ്പനിങ് ഏരിയ. അത് കഴിഞ്ഞിട്ട് ഓൾഡ് ക്വാർട്ടറാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഏരിയ. അത് നാളെ രാവിലെ ഇറങ്ങേണ്ടി വരും. ഈ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുന്ന പരിപാടിയാ. അതെ, ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളു. നടക്കുവോ ഇപ്പൊ? ഇത് ആക്ച്വലി ഇവിടുത്തെ നല്ല വെതറാ. ഹനോയ് ഗോസ് ലൈക്ക് ദുബായ്. ഈ ടൈമിൽ ഇത്ര ചൂടാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് എന്തായിരിക്കും? രാവിലെ ഉച്ചക്കല്ല, അടുത്ത മാസം വന്നു നോക്ക്, അപ്പൊ ശരിയോ. ഇതാണ് ഷൂ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റ്. കംപ്ലീറ്റ് ഷൂസിന്റെ സാധനങ്ങളാ, ഷൂസിന്റെ കടകളാ. ഈ ലെതറിന്റെ മണം തന്നെ കിട്ടുന്നില്ലേ? വാൻസിന്റെ ഒക്കെ. പക്ഷെ ഇതിൽ ബ്രാൻഡഡ് ഒന്നും അല്ല കേട്ടാ. വാൻസിന്റെ ഡിസൈനിൽ ഇവര് തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാ. ഷൂ സ്ട്രീറ്റ് ആദ്യം വരെ വന്നത് അങ്ങോട്ടാണ്. വേണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്നും വാങ്ങില്ല. ഇത് നോക്ക്, കംപ്ലീറ്റ് ഒരു സ്ട്രീറ്റ് ഓൺലി ഫോർ ഷൂസ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സൈഡ് മൊത്തം നമ്മുടെ ബ്രോഡ്വേ ഒക്കെ പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഷൂ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലേക്കിന്റെ അടുത്താണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലേക്കിന്റെ അങ്ങോട്ട് പോകണം. പക്ഷെ ഈ ഫേക്കിനെ കാട്ടി കൂടുതൽ ഇങ്ങനത്തെ നമ്മുടെ ബാംഗ്ലൂരിലെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ കൂടുതൽ. നല്ല ഫാൻസി ആയിട്ടുള്ള ചെരുപ്പുകൾ, യൂണീക് ഡിസൈൻസ്, അങ്ങനത്തെ സംഭവങ്ങളാണ്. നോക്കുന്നുണ്ടോ എല്ലാം? ഇത് നോക്ക്, ജിഗ ജിഗ ജിഗയുടെ ലോകം. എന്റെ അമ്മോ, ഇത് വുഡിന്റെ ചെരുപ്പാന്ന് തോന്നുന്നു പ്രിയ. പക്ഷെ അത് ഭയങ്കര കനമായിരിക്കും. ഘനം കാണില്ല, ഒട്ടും കുഷനും കാണില്ല. എന്ത് ഭംഗിയല്ലേ, യുണീക്കാണ്. അതേ പറയാം, ഷൂ സ്ട്രീറ്റിന്റെ ഗുണം ഇതാ, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഓരോ പാറ്റേൺസ് കാണാൻ പറ്റും. ഈ ഏരിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പ്രിയ, കറക്റ്റ് ആയിട്ട്. ആ വ്ളോഗ് നമ്മുടെ പഴയ എടുത്ത് വെച്ചാൽ തോന്നും. അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, പെട്ടികളൊക്കെ. എനിക്ക് നമ്മള് തിരക്കില്ലായിരുന്നു അന്ന്. നമ്മൾ പെട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണം. ലേക്ക് അങ്ങോട്ടാ, എനിക്ക് ഓർമ്മയുണ്ട്. ബാഗും എല്ലാം ഷൂസ്, എല്ലാ ഷൂസ് ആണ്, കംപ്ലീറ്റ് ഷൂസ്. തൊപ്പി, പക്ഷെ ഇപ്പൊ തൊപ്പിയൊന്നും കാണുന്നില്ല. തൊപ്പി പറഞ്ഞതും തൊപ്പികള്, കൊറേ തൊപ്പികളുണ്ട് ഇവിടെ. പക്ഷെ എല്ലാം ഇതുപോലത്തെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാട്ടാ. എനിക്ക് കുറച്ച് തൊപ്പി വേണം. പ്രിയക്കുള്ള തൊപ്പികളുണ്ട്. നമ്മുടെ ഷോപ്പില് മാനിക്യൂന് വെക്കാനാ. ഇതിനുവേണ്ടി പോകാൻ പറ്റുമെങ്കിൽ പോവായിരുന്നു അല്ലേ? അതൊരു നല്ല എക്സ്പീരിയൻസ്. അതേ വരുന്നു. കടിക്കുന്ന ഡോഗ് ആട്ടോ പ്രിയ, കടിക്കുന്നതാണ്. ടോയ് കണ്ടിട്ട് വരിക. ഇവിടെ നമ്മൾ മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ഇങ്ങനത്തെ സ്റ്റൂളിൽ. അല്ലല്ല, ഇങ്ങനത്തെ സ്റ്റൂളാണ് ഇവിടെ മിക്ക തട്ടുകടകളിലും അല്ലെങ്കിൽ കോഫി ഷോപ്സിലും കേട്ടാ. അയ്യോ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കണ്ടത്. ആ പാലമല്ലേ? അങ്ങോട്ട് പോവാം. ബാ പ്രിയ, ഇന്ന് പൊളിക്കും. തറയിലെ സ്റ്റൂളിലിരുന്ന് കാലിലെ ബസ്സിലൊക്കെ ഉണ്ടല്ലോ, മറ്റേ അർണോൾഡ് സ്കോച്ചിനെ പോലെയാവും. കാണുന്നതാണ് ആക്ച്വലി നമ്മുടെ ഒരു ഹനോയുടെ സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു റിക്രിയേഷണൽ ഏരിയ ആണ് ഈ ലേക്കിന്റെ. ഹുവാം കീൻ ലേക്ക് എന്നങ്ങാണ്ട് അതിന്റെ പേര്. ഇതിന്റെ
ചുറ്റും നമുക്ക് നടക്കാനുള്ള ഏരിയ ഉണ്ട്. ഈ നടുക്കത്തെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന ഗുഡ് ലക്കാന്ന് പറയും. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കഫേസും എല്ലാം ഈ ഒരു ചുറ്റുവട്ടത്താണ് മൊത്തം കഫേസും സ്പാസും അങ്ങനത്തെ എല്ലാം ഉള്ളത്. ഏറ്റവും ബെസ്റ്റ് പരിപാടി ഈ വണ്ടി കയറിയിട്ട് ചുറ്റുന്നതാണ്. നമുക്ക് ലേക്കിന്റെ ഒരു ഫുൾ വ്യൂവും കിട്ടും. ഈ ചൂടത്ത് നടക്കും വേണ്ട. റീലിവിംഗ് മെമ്മറീസ്. എന്നെ വെച്ച് ചവിട്ടിട്ട് അനങ്ങുന്നില്ല എന്ന് തോന്നുന്നു. അതെ, ഇത് നമ്മള് അന്ന് മമ്മി ഡാഡി ആയിട്ട് വന്നപ്പോ ഞാനും മമ്മിയും കൂടെ പോയി എന്റെ മടിയില്, എന്നിട്ട് ഞാനാ വ്ളോഗിട്ട്. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഈ ലേക്കിന്റെ ചുറ്റും ഒരേ സാധാരണ എല്ലാവരും എക്സസൈസിന് വേണ്ടി പോകും, നമ്മളിങ്ങനെ സുഖിച്ചിരുന്ന് പോകും. അതേ നടക്കുന്നുള്ളൂ. നല്ല നമുക്ക് എന്തുകൊണ്ട് കൊച്ചിയിൽ ഇങ്ങനെ ഒരു വണ്ടി എടുത്തുകൂടാ? വണ്ടി എടുക്കാം, ആര് ചവിട്ടും, ഏതിന്റെ ചുറ്റിനും ചവിട്ടും, അത് പറ. ശരിയാ, പനമ്പള്ളി നഗറിലും നടക്കും അല്ലേ? പനമ്പള്ളി നഗറിൽ കാണാവുന്നില്ലല്ലോ തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണെന്നറിയോ? ഒരു ഫുഡ് മസാജ് ചെയ്യാം, എന്നിട്ട് ജോളി ബീഗസ് കഴിക്കാൻ പോവാ. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. എവിടെയാണെങ്കിലും ഒരു AC ഉള്ള സ്ഥലത്ത് പോയാ അത് ഭയങ്കര പാടാ, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. രസമായിരിക്കും കേട്ടോ കഫേസ് ഒക്കെ മുകളിൽ കയറി ഇരുന്ന് റിവർ. പക്ഷെ എന്താ അറിയോ, ഇവിടെ ഓപ്പൺ എയർ ഈ ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ചൂടല്ലേ, AC തന്നെ വേണം. വലിയ ലേക്ക് ഇത് മറ്റേ തൃശ്ശൂരിലെ റൗണ്ട് പോലെ ഉണ്ട്. അതിനൊക്കെ മൂന്നാറിലൊക്കെ വലിയ വലിയ പുഴ മാതിരി ഉണ്ട്. ഇത് വലിയ ലേക്കാണ്. ഇത് സിറ്റിയുടെ നടുക്കാന്ന് ആലോചിക്കണം. എന്നിട്ട് ആ ഏരിയയുടെ സൈഡ് മൊത്തം അവര് കടകളും ഇതുപോലെ വാക്കിങ്ങും ജോഗിങ് ട്രാക്സും. ഒരു ഇത്രയും ഓൾറെഡി സ്ഥലമില്ല ഹനോയില്, കാറ്റ് കിട്ടുമ്പോൾ നല്ല സുഖമുണ്ട്. എന്നിട്ട് തന്നെ അവർ ഇത്രയും സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഇതിന് നടുക്കൊരു ചെറിയ ടെമ്പിൾ ഉണ്ട് പ്രിയ, നമ്മൾ തൈവാനൊക്കെ കണ്ടതുപോലെ. നമ്മൾ ഇവിടെയാണോ അന്ന് ഡാഡി മമ്മിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തു പ്രിയ? ഇവിടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ ഡാൻസ് ചെയ്തത് കണ്ട. ചെറിയൊരു ടെമ്പിളോ ഷ്രൈനോ പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ നടുക്ക്. പ്രിയ അന്ന് ഡാൻസ് ചെയ്ത് ഓർമ്മയില്ലേ? ഇതുപോലെയായിരുന്നു. നമ്മൾ കൂടെ ചേർന്ന അവര് വെൽക്കം ചെയ്യും കേട്ടാ, ഒരു കുഴപ്പമില്ല. അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എല്ലാം അമ്മച്ചിമാരാന്നേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ പ്രിയായിട്ട് ചേർന്ന് നോക്കോളും. റിക്ഷ റോഡിന് നടുക്കൂടെയൊക്കെയാണ് പോകുന്നേട്ടാ. വല്ല സ്കൂട്ടർ വല്ല ഇടിച്ച് തെറിപ്പിച്ചാൽ നമ്മളെല്ലാരും തെറിക്കും. ഇവിടെ കുറെ ആക്സിഡന്റ് കേസസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും യൂസ്ഡ് പ്രിയ, അതുകൊണ്ടാണ് ഇത്രയും നന്നായി പോകുന്നത്. പിന്നെ ഇത് ഭയങ്കര ഐസ്ക്രീം ആണ്. 1997 എന്നൊക്കെ വിചാരിച്ചു, കാരവൻ പോലെയൊക്കെയാന്ന് വിചാരിച്ചു. ഞാനും അന്തും ജഫ്രനും വന്ന് കഴിച്ചതാണ്. വായ വെക്കാൻ കൊള്ളില്ല. പക്ഷെ എന്തോരം ബ്രാഞ്ചാന്ന് അറിയത്? എന്തിനാ പിന്നെ വന്നേ? ആര്? ഞങ്ങൾ ഈ 1997 എന്നൊക്കെ കണ്ടിട്ട് വന്നതാ, പക്ഷെ ഒട്ടും കൊള്ളില്ലായിരുന്നു. നിങ്ങൾ മിക്സ് ഒന്നും ഒരിക്കലും കഴിക്കരുത്. ഓൾമോസ്റ്റ് നമ്മുടെ റൈഡ് കഴിഞ്ഞു. ആ റോഡൊക്കെ നല്ല ഭംഗിയുണ്ട്. അവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്, ഐ മീൻ കയറിയത്. ആ ബ്രിഡ്ജ് കണ്ടോ? ആ സൈഡ് മൊത്തം ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങും കഫേസും നോർമൽ സംഭവങ്ങളാണെങ്കിൽ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോ ഹൈ എൻഡ് സ്ഥലമായി. കണ്ടാ? നമുക്കേ ഗൂച്ചി അതിലൊന്നും കയറാനല്ല, പക്ഷെ ചൂടത്തൊന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചേരം അതിൻ്റെ അകത്ത് കയറാം. അതാ ബെസ്റ്റ്. വിൻഡോ ഷോപ്പിംഗ് ആണോ? ഒന്നുമില്ല, AC കൊള്ളാൻ വേണ്ടി ഓസിന് കയറുന്നു. അവസാനം എന്തൊരു ആശ്വാസമാണ് അകത്തേക്ക് കയറിയപ്പോ. പക്ഷെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല, ആ റേറ്റാണ് മിക്കത്. ഒരാൾ കയറി പോകുന്നുണ്ട് കംപ്ലീറ്റ് പിങ്ക് കണ്ടിട്ട്. ഈ സൈഡിലത്തെ ആ മോളിന്റെ സ്ട്രീറ്റ് ഒക്കെ ഭയങ്കര പോഷ് അടിപൊളിയായിട്ടുണ്ട്. വലിയ ക്രൗഡ് ഇല്ല, നടക്കാൻ നല്ല ഫുട്പാത്ത്. ഇതൊന്നും ആരും ഒക്യുപ്പൈ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ആ ഏരിയ കെയോസ് ആണ്, കെയോസ്. കൂടെ നടന്ന ബാക്കിയൊക്കെ കാണിക്കാം. രാവിലെ അവിടുന്ന് തുടങ്ങിയ യാത്ര ഇതുവരെ തീർന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, രണ്ടുപേർക്കും കൂടെ ഒരു തീരുമാനം എടുക്കാം. നേരെ ടാക്സി പിടിച്ച് ജോളി ബീസിൽ പോവാം. എന്താ ജോളി ബീ? ജോളി ബീ പോയിട്ട് കഴിച്ചിട്ട് നേരെ അവിടുന്ന് ടാക്സി പിടിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങാം. ഓക്കെ, ഇത് ഭയങ്കര ലോങ് ഡേ ആയിരുന്നു. എന്റെ തൊട്ടടുത്ത് എത്ര റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, അതൊന്നും പോരാ. ടാക്സി പൈസ കൊടുത്ത് ആ ഫുഡിന്റെ പൈസ എക്സ്ട്രാ കൊടുത്തിട്ട് ഒരു മോളി വന്നിട്ട് തപ്പി ജോളിബി കഴിക്കാനാ വന്നിരിക്കുന്നത്. എന്താണ് ജോളിബി? ഇവിടെ ഉണ്ട് മിക്സിയും വേസ്റ്റ് ഐസ്ക്രീം. 1997 തൊട്ടുള്ള വേസ്റ്റ് ഐസ്ക്രീം. അതും വേണ്ട, എനിക്ക് ഡേഞ്ചർ. ഇവിടെ എന്ത് ട്രൈ ചെയ്താലും. ജോളിബി എത്തി. അപ്പൊ ജോളിബി എന്താണെന്നറിയോ? ഒരു ഫിലിപ്പീനോ ഫാസ്റ്റ് ഫുഡാണ്. ഇവരുടെ ഫ്രൈഡ് ചിക്കൻ, സ്പെഗറ്റി, ഐസ് ടീ എല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ്
ഫ്രൈഡ് ചിക്കൻ്റെ ചെയിൻ ഇവരാണ്. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മൾ ഈ KFC-യുടെ മണം. പക്ഷെ ജോളിബി ഭയങ്കര ജോളിയാ ഇതിനെ പോലെ. ഇത് ഞങ്ങളെ പ്രിയ വിയറ്റ്നാമിൽ ഞങ്ങൾ അന്തുമായിട്ട് വന്നപ്പോൾ, അന്തുവിൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഭയങ്കര ഹെൽത്തി ഫുഡായിരുന്നേ. ആദ്യമേ ഫോയും ബേക്ക്ഡ് സ്റ്റീംഡ് ഒക്കെ സംഭവമായിരുന്നു. ജോളിബീസ് കണ്ടുപിടിച്ച പിന്നെ കൺട്രോൾ പോയി. സോ ഇത് 3 ചിക്കൻ, ഒരു പീച്ച് മാംഗോ, ഒരു കോക്ക്, ഒരു ഫ്രഞ്ച് ഫ്രൈസ്, ഒരു സ്പൈസി ചിക്കൻ, 2 സ്പെഗറ്റി വിത്ത് ചീസ്. ഇത് പക്കാ ഫിലിപ്പിനോ ഫുഡാണ്. ഇത് കണ്ടാല് ഫിലിപ്പിനോയ്ക്ക് ജസ്റ്റ് കെച്ചപ്പ് നൂഡിൽസ് സ്പെഗറ്റിയും മതി. ഇത് എല്ലാം കൂടെ 820 റുപ്പീസേ ഉള്ളൂ. ഇതാണ് ജോളിബീസ് സംഭവം. ജോളി ആയിപ്പോ നമ്മള് ജോളി. ഭയങ്കര ലാഭം, ഭയങ്കര ടേസ്റ്റുമാണ്. വേദുവിന്റെ ഫ്രണ്ടിനെ ഇപ്പൊ വീഡിയോ കോൾ പോളതും പേളിയതും പറഞ്ഞ ഫ്രണ്ട്സ് ആണ്. വേദിനെ മിസ് ചെയ്യുന്നു പറഞ്ഞ്, വേദവും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ചാണ്. അതിന്റെ ഇടയിൽ വ്ളോഗ് ചെയ്യുന്നതിന് മുമ്പ് സ്പെഗറ്റി തീർത്ത് എന്ത് ഇത്രയും വിഷക്കെ ബാൻമി കഴിച്ചതാണല്ലോ. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പർ അല്ലേ? അതാ പറഞ്ഞേ, വി ആർ ജസ്റ്റ് നോർമൽ കെച്ചപ്പ്, sausage and spaghetti. അത്രേ ഉള്ളൂ. And the drink? അതാണ് ജോളിബി. ജോളി ആയിപ്പോ അതാ പറഞ്ഞത്. ഇവരുടെ സ്പെഗറ്റിയുടെ ഹൈലൈറ്റ് ഈ കെച്ചപ്പിന്റെ കൂടെ മിൻസ്ഡ് മീറ്റ് ഇടും. അതും ഈ സോസേജും കൂടെ കഴിച്ച ഭയങ്കര ഫ്ലേവറാ. അതിൻ്റെ കൂടെ ഒരു ചിക്കനും എടുത്തിട്ട് പപ്പടത്തിന് പകരം. എൻ്റെ ചിക്കന് സോ ഗുഡ്. ഭയങ്കര ഒരു പെപ്പറി ക്രിസ്പി ഫ്ലേവറാണ്. ഔട്ട്സ്റ്റാൻഡിങ്. അത് പോരെങ്കിൽ അവരുടെ തന്നെ ഇത് കണ്ട ഈ സ്പൈസി ചിക്കൻ ഉണ്ട്, അതിൽ ഈ സ്പൈസി സോസ് ഇടും. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ വേണമെങ്കിൽ ആ സ്പൈസി സോസ് ചിക്കനും എടുത്ത് കഴിക്കാം. ഭയങ്കര സ്പൈസിയാണ്. അച്ചാറി മുക്കിയ ചിക്കനും കാതി സ്പൈസിയാണ്. ഇവിടെ ഒക്കെ എറിയും. നമ്മൾ കണ്ടാൽ തോന്നുന്നു അത്ര സ്പൈസി അല്ലാന്ന്. വെരി സ്പൈസി, പക്ഷെ അഡിക്റ്റീവ് ആണ്. ഓക്കെ ഗൈസ്, സോ ഇതും കൂടെ കഴിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ഹനോയ് തീർക്കുവാണ്. ഒരുപാടൊന്നും കാണിക്കാൻ പറ്റിയില്ല, പക്ഷെ നാളെ ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി ഇവിടുത്തെ ഓൾഡ് കോട്ട, വിച്ച് ഇസ് ദ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ്. ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് 2 ലിറ്റർ വെള്ളവും ജ്യൂസൊക്കെ ആയിട്ടായിരിക്കും, വൈറ്റമിൻസ് ഒക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. ഡയറി ക്വീനും അടിപൊളി. ഒരു ബൈറ്റും കൂടെ എടുത്താൽ വേദുവിൻ്റെ റിയാക്ഷൻ ഉപയോഗിക്കാം.